നമ്മുടെ ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഈ കാണുന്ന വഴിക്കകത്ത് നിലവിൽ 18,500 രൂപ റെന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രം കോർപ്പറേഷൻ ലിമിറ്റ്സിനുള്ളിൽ തന്നെ ഒരു അടിപൊളി 2 നില വീട് സെയിലിന് വന്നിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനൊക്കെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു വീടാണിത്. ജംഗ്ഷനിൽ തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിലവിൽ 3 ആളുകൾക്ക് ഇൻഡിവിജ്വലി റെന്റിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു മന്ത്ലി പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനും ഉപയോഗിക്കാം. തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോൾ കറന്റ്ലി 3 ഇൻഡിവിജ്വൽസിന് സെപ്പറേറ്റ് ആയി എൻട്രി ചെയ്യാൻ കഴിയുന്ന 3 പാർട്സ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ യൂണിറ്റ് ആണിത്. ഇതിലൊരു ഹോളും 3 ബെഡ്റൂംസും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതുൾപ്പെടെ 7 ബെഡ്റൂംസ് അടങ്ങുന്ന ഒരു വീടാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാണിച്ചു തരാം, വീഡിയോ തുടർന്ന് കണ്ടോളൂ. ഇപ്പോ കണ്ട ഹോളിന്റെ 2 വശത്തായി കൊടുത്തിരിക്കുന്ന 3 ബെഡ്റൂംസിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യമേ കാണുന്ന ഈ ഒരു യൂണിറ്റ് മാത്രം 1100 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ആയതുകൊണ്ടും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അടുത്തുള്ളത് കൊണ്ടും വെള്ളയമ്പലം, വഴുതക്കാട്, കവടിയാറൊക്കെ പെട്ടെന്ന് എത്താൻ കഴിയുന്നത് കൊണ്ടും റെന്റലിന് വളരെ ഹൈലി ഡിമാൻഡഡ് ആയ ഒരു പ്രോപ്പർട്ടിയാണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമിനാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന റെന്റിൽ നിന്നും ഒരുപാട് അധികം മന്ത്ലി ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ യൂണിറ്റിലെ തന്നെ കിച്ചൺ ആണ്. ഇപ്പൊ താമസിക്കുന്നവര് കിച്ചൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് കാണാത്തത്. പക്ഷേ ഒരു സ്മോൾ ഫാമിലിക്കൊക്കെ താമസിക്കുവാനായിട്ട് തികച്ച സ്പേഷ്യസ് ആയ ഒരു യൂണിറ്റ് തന്നെയാണത്. ഇതുകൂടാതെ ഇതിനോട് ചേർന്നതിന് ഒരു വർക്ക് ഏരിയ കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2ാമത്തെ യൂണിറ്റിലേക്ക് വന്നാൽ ഇതിന്റെ എൻട്രൻസ് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ്. ആദ്യമേ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയാൻ കഴിയുന്ന പോർഷനിൽ നിന്നും കയറി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതിൽ നമുക്കൊരു ലിവിംഗ് സ്പേസും ഒരു ബെഡ്റൂമും ഒരു കിച്ചണും പുറത്തായിട്ടൊരു ബാത്റൂമാണ് വരുന്നത്. അതിലെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വളരെ ചെറിയൊരു ഫാമിലിക്കോ ബാച്ചിലേഴ്സിനോ ഒക്കെ താമസിക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു പോർഷൻ. ഇനി അതല്ല, നിങ്ങൾ വാങ്ങിച്ച് കമ്പൈൻ ചെയ്തെടുത്താൽ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഏകദേശം 1300-1350 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വലിയ സ്പേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നത് പുറത്തൂടെ കയറുന്ന ഒരു സ്റ്റെയറിലൂടെയാണ്. ഇതും സെപ്പറേറ്റ് ചെയ്ത് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു യൂണിറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഗ്രൗണ്ട് ഫ്ലോർ കണ്ട ആ ഒരു മുഴുവൻ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒറ്റ യൂണിറ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ വലിയൊരു ഫാമിലിക്കോ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. കഴിഞ്ഞില്ല, 4 ബെഡ്റൂംസ് 3 ബാത്റൂംസ് ഒരു കിച്ചണും വരുന്ന ഒരു യൂണിറ്റ് ആണിത്. അതിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത്. ഗ്രൗണ്ട് ഫ്ലോർ കണ്ടതിന് സിമിലർ ആയ ഒരു പോർഷൻ ആണിത്. ഇനി അത് കഴിഞ്ഞ് 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലെ തന്നെ ഏറ്റവും വലിയ ബെഡ്റൂം ആണ് കാണുന്നത്. ഈ 2 ഫ്ലോറുകളും കൂടെ ഏകദേശം 2600-2700 സ്ക്വയർ ഫീറ്റ് ഏരിയ വരും. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കി എത്ര വലിയൊരു പ്രോപ്പർട്ടി ആണ് ഇതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിനാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഇവിടെ ഒരാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ കൂടുതൽ പോർഷൻസും യൂസ് ചെയ്യാതെ കിടക്കുകയാണ്. അതുകൂടാതെ ഹോളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തായും ഒരു കോമൺ ബാത്റൂം അവൈലബിൾ ആണ്. കിച്ചണിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആയി എല്ലാത്തരം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു സ്പേസ് ഒരു സ്റ്റോറേജ് റൂം ആണ്. അത്യാവശ്യമെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയൊരു വർക്ക് ഏരിയ തന്നെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം ഒരു കോമൺ ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കാണുന്നതാണ് ഇവിടത്തെയും ഗ്രൗണ്ട് ഫ്ലോറിൽ 2 കോമൺ ബാത്റൂമുകൾ. നിലവിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടുള്ള കേശവൻ നായർ ലൈനിലാണ്. കാണുന്നത് പോലെ ഒരുപാട് വീടുകൾ അടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണത്. 4 സെന്റിൽ ഏകദേശം 2700 സ്ക്വയർ ഫീറ്റ് വരുന്ന 8 ബെഡ്റൂംസും 5 ബാത്റൂംസും 3 കിച്ചണും അടങ്ങുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 80 ലക്ഷം രൂപ മാത്രമാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടെയാണ്. ഈ ഒരു കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു ഡീല് കിട്ടുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, വീട് വരെയും 2 വീലർ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ മന്ത്ലി നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും ഇത്. പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനുമായി ഡയറക്റ്റ് ഓണർ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഫോൺ ചെയ്ത് ഇപ്പോൾ തന്നെ വിളിച്ചോ. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളിലൂടെ പരസ്യം വിൽക്കുവാൻ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.